Good morning, students. So we were talking about functions, continuous functions defined on intervals. നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെലിന് അല്ലെങ്കിൽ ഇന്റർവെല്ലിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള കണ്ടിന്യൂസ് ഫങ്ഷൻസിന് തന്നെ കുറെ പ്രത്യേകതകൾ പറയാൻ പറ്റും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ ആദ്യം പറഞ്ഞ പ്രത്യേകത ഇതാണ്. ബൗണ്ടഡ്നെസ് തിയറം നമ്മൾ എഴുതിയത് ആദ്യത്തെ പ്രത്യേകത ഇതാണ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെൽ വിൽ ബി എ ബൗണ്ടഡ് ഫംഗ്ഷൻ. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പറഞ്ഞു, അതായത് ഒരു ഫംഗ്ഷൻ ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെല്ലിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ആ ഇന്റർവെല്ലിൽ അത് ബൗണ്ടഡ് ആയിരിക്കും. അതായത് ബൗണ്ടഡ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിനൊരു അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും ഉണ്ടാവും. അതായത് അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും ഉണ്ടെങ്കിൽ നമുക്കറിയാം ഓർഡർ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി വെച്ചിട്ട് സുപ്രീമോ ഇൻഫിമോ ഉണ്ടെന്ന്. അപ്പോൾ ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെല്ലിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷന് സുപ്രീമോവും ഇൻഫിമോവും എക്സിസ്റ്റ് ചെയ്യും. സുപ്രീമം എക്സിസ്റ്റ് ചെയ്യാതെ വരില്ല. സുപ്രീമം ഇൻഫിമം റിയൽ നമ്പേഴ്സിന്റെ സെറ്റിൽ എക്സിസ്റ്റ് ചെയ്യും. രണ്ടാമത് പിന്നെ നമ്മൾ പറഞ്ഞ തിയറം ഇതാണ്, മാക്സിമം മിനിമം തിയറം. അതായത് ഈ സുപ്രീമോ ഇൻഫിമോ എക്സിസ്റ്റ് ചെയ്യുന്നു മാത്രമല്ല, ഈ സുപ്രീമോ ഇൻഫിമവും അറ്റൈൻ ചെയ്യുന്നു, ഒരു പോയിന്റിൽ അറ്റൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നെ നമ്മൾ പറഞ്ഞ തിയറം. അതാണ് മാക്സിമം മിനിമം തിയറം പറഞ്ഞത്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻ ഓൺ എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവൽ അറ്റൈൻസ് ഇറ്റ്സ് അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് അബ്സല്യൂട്ട് മിനിമം. ഓക്കെ, അപ്പോൾ സുപ്രീമോ ഇൻഫിമോ അറ്റൈൻ ചെയ്യുന്ന പോയിന്റ്സ് ഉണ്ട് അതിന്റെ. ഇനി നമ്മൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തിയറം ആണ് പഠിക്കാൻ പോണേ, എബൌട്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവൽ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന തിയർ ആയിരിക്കും, കാരണം ഇത് നമ്മൾ പലപ്പോഴും അപ്രോക്സിമേറ്റ് റൂട്ട്സ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റാത്ത കേസിൽ നമ്മൾ അപ്രോക്സിമേറ്റ് റൂട്ട്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. നിങ്ങൾ തിയറി ഓഫ് ഇക്വേഷൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സൈൻ ചേഞ്ച് നോക്കും. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എന്നിട്ട് f(1) പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, f(2) പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അങ്ങനെ നമ്മൾ നോക്കിയിട്ട് ഇപ്പോൾ f(3) പോസിറ്റീവ് ആണ്, f(4) നെഗറ്റീവ് ആണ് എങ്കിലും നിങ്ങൾ പറയും f(3)ൽ ഫംഗ്ഷൻ പോസിറ്റീവും 4ൽ ഫംഗ്ഷൻ നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ 3ന്റെ 4ന്റെ ഇടയ്ക്ക് എവിടെയോ ഫംഗ്ഷൻ 0 ആയിട്ടുണ്ട്. അങ്ങനെ 3 പോയിന്റ് ആയിട്ട് സംതിങ് ഒരു റൂട്ട് ഉണ്ടാവും എന്ന് പറയാറുണ്ട് അല്ലെ. തിയറി ഓഫ് ഇക്വേഷൻസ് പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിന്റെ ആക്ച്വൽ റിസൾട്ട് ആണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണേ. എന്താണ് ആ റിസൾട്ട്? അവിടെ നമ്മൾ കണ്ടിന്യൂറ്റി ഒന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. തിയറി ഓഫ് ഇക്വേഷൻസിൽ നിങ്ങൾ പോളിനോമിയൽസ് ആണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ആക്ച്വലി റിസൾട്ട് എപ്പോഴാണ് ഹോൾഡ് ചെയ്യണത്? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെല്ലിലാണ് ഇത് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ തിയറത്തിന് പറയുന്ന പേര് ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം. റൂട്ട്സ് ലൊക്കേറ്റ് ചെയ്യുന്ന തിയറം തന്നെയാണ്. And the theorem says that if a continuous function defined on a closed and bounded interval is such that its value of the function is at the endpoints are of opposite signs. Value of the function at the endpoints, that f of a and f of b are of opposite signs, then there exists a point in between a and b at which f of c is 0. ഇതിന്റെ പ്രൂഫ് വേറെ പ്രൂഫുകളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന പ്രൂഫ് ഒരു പെർട്ടിക്കുലർ പ്രൂഫാണ്. നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന പ്രൂഫ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് ഒരു നെസ്റ്റഡ് ഇന്റർവൽ സീക്വൻസ് കൺസ്ട്രക്ട് ചെയ്താൽ പോകുന്നത്. അതായത് ബൈസെക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ മെത്തേഡ്സിൽ അപ്രോക്സിമേറ്റ് സൊല്യൂഷൻ ഓഫ് ആൻ ഇക്വേഷൻ, ഓൾജിബ്രിക് ഇക്വേഷന്റെ അപ്രോക്സിമേറ്റ്, ഓൾജിബ്രിക് തന്നെ ആവണമെന്നില്ല, ഒരു ഇക്വേഷന്റെ അപ്രോക്സിമേറ്റ് റൂട്ട് കണ്ടുപിടിക്കാനുള്ള ന്യൂമറിക്കൽ മെത്തേഡ്സിലെ ഒരു സിംപ്ലസ്റ്റ് മെത്തേഡ് എന്ന് പറയാം ബൈസെക്ഷൻ മെത്തേഡ്. നിങ്ങൾ ന്യൂമറിക്കൽ മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അറിയായിരിക്കും. ആ ബൈസെക്ഷൻ മെത്തേഡിൽ ചെയ്യുന്ന ആ ഒരു രീതിയാണ് ഈ പ്രൂഫിൽ നമ്മൾ, അത് തന്നെയാണ് ഈ പ്രൂഫിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രൂഫ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബൈസെക്ഷൻ മെത്തേഡ് എന്നുള്ള ഒരു ന്യൂമറിക്കൽ മെത്തേഡും കൂടി എക്സ്ട്രാ ഇതിൻ്റെ ഒപ്പം പഠിച്ചു പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഫംഗ്ഷൻ എടുത്തു, അതിന്റെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ a b. അസ്യൂം ദാറ്റ് f of a and f of b are of opposite, that is given that f of a and f of b are of opposite signs. ഈ ഓപ്പോസിറ്റ് സൈൻ എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. മറ്റേ കേസ് നമുക്ക് ഇതേപോലെ തന്നെ പ്രൂവ് ചെയ്യാം. അപ്പോൾ വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി അസ്യൂം ദാറ്റ് f of a is negative and f of b is positive. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഇതാണ്, ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. You have an interval, closed interval a b, and അതിന്റെ ഫംഗ്ഷന്റെ ഗ്രാഫ് വരച്ചാൽ f of a എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പോൾ ഇത് റിയൽ ആക്സിസ് ആണെങ്കിൽ, ഇത് എക്സ് ആക്സിസ് ആണെങ്കിൽ അതിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ f of a പോയിന്റ് കേർവിൽ ആ പോയിന്റ് താഴെയാണ്. എന്തിന്റെ താഴെ? എക്സ് ആക്സിസിന്റെ താഴെയാണ്. f of b is പോസിറ്റീവ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ്. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ അവസാനിക്കണം. കണ്ടിന്യൂറ്റിക്ക് വ്യത്യാസമൊന്നും വരാതെ, ഇത് കൈ എടുക്കാതെ വരക്കണമെങ്കിൽ, ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് വരക്കണമെങ്കിൽ ഇങ്ങനെ മുകളിലേക്കൊക്കെ താഴേക്കൊക്കെ പോവാം,
പക്ഷെ ഇവിടെ എത്തണമെങ്കിൽ എവിടെയെങ്കിലും ഈ റിയൽ ആക്സിസിനെ കട്ട് ചെയ്ത് പോകണം. കട്ട് ചെയ്യാണ്ട് റിയൽ ആക്സിസിനെ കട്ട് ചെയ്യാതെ അല്ലെങ്കിൽ ക്രോസ് ചെയ്യാതെ ഇവിടെ എത്താൻ പറ്റില്ല. ഈ താഴെ നിന്ന് മുകളിൽ എത്താൻ പറ്റില്ല. എക്സ് ആക്സിസിന്റെ താഴെയുള്ള പോയിന്റിൽ നിന്ന് എക്സ് ആക്സിന്റെ മുകളിലുള്ള പോയിന്റിലേക്ക് എത്തണമെങ്കിൽ എന്തായാലും ഇവിടെ ഈ ആക്സിസിനെ എവിടെയോ കട്ട് ചെയ്ത് പോകണം. ഈ കട്ട് ചെയ്ത് പോകുന്ന ഈ പോയിന്റിലാണ് ഫംഗ്ഷൻ വാല്യൂ 0 വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അത് എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു മെത്തേഡാണ് ബൈസെക്ഷൻ മെത്തേഡ്. നമ്മളതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എഫ് ഓഫ് എ നെഗറ്റീവ്, ഇപ്പോൾ ഇവിടെ എഫ് ഓഫ് എ ഞാൻ ഫംഗ്ഷൻ വാല്യൂ എഴുതുകയാണെങ്കിൽ എഫ് ഓഫ് എ നെഗറ്റീവ്, എഫ് ഓഫ് ബി പോസിറ്റീവ്, എഫ് ഓഫ് ബി പോസിറ്റീവ്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മളൊരു നെസ്റ്റഡ് ഇന്റർവൽ സീക്വൻസ് ഉണ്ടാക്കാൻ പോവുകയാണേ. സോ ആദ്യം നമ്മൾ I1 എന്ന് പറയുന്ന ഐ തന്നെ എടുക്കാം. ഐ ഇസ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. ക്ലോസ്ഡ് ഇന്റർവൽ എ ബി തന്നെയാണ് A1 B1 ആയിട്ട് എടുക്കുന്നത്. സോ ലെറ്റ് I1 is equal to closed interval A1 B1. A1 B1 is same as AB. A1 is A and B1 is B. Now bisect this interval. രണ്ടായിട്ട് തിരിക്കുന്നു, ഈക്വൽ പാർട്സ് ആയിട്ട് തിരിക്കുന്നു. അപ്പോൾ x1 എന്ന് പറഞ്ഞാൽ നമ്മൾ മിഡ് പോയിന്റ് എടുത്തു. x1 എന്താണ്? ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് A1 ആൻഡ് B1. എന്നിട്ട് എഫ് ഓഫ് x1 നോക്കുന്നു. എഫ് ഓഫ് x1 പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇപ്പൊ ഞാൻ ഈ വരച്ചിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ എക്സാമ്പിളിൽ എഫ് ഓഫ് x1 പോസിറ്റീവ് ആണ്. അങ്ങനെ ആവണമെന്നില്ല. ഓക്കെ, ചിലപ്പോൾ ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കാം, ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കാം റൂട്ട് വന്നിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് x1 നെഗറ്റീവ് വരും. അപ്പൊ അതനുസരിച്ചിട്ട് ആണ് നമ്മൾ ഈ നെസ്റ്റഡ് ഇന്റർവൽ സീക്വൻസ് ഡിഫൈൻ ചെയ്യാൻ പോണേ. അപ്പോൾ x1 ഡിഫൈൻ ചെയ്തു. എന്നിട്ട് എഫ് ഓഫ് x1 നോക്കി. എഫ് ഓഫ് x1 പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുന്നു. ഓക്കെ, എഫ് ഓഫ് x1 പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, AX1 എന്നുള്ള ഇന്റർവെല്ലിന്റെ ഒരു എൻ പോയിന്റിൽ ഫംഗ്ഷൻ നെഗറ്റീവും മറ്റേ എൻ പോയിന്റിൽ ഫംഗ്ഷൻ പോസിറ്റീവും ആണ്. അപ്പൊ എന്റെ x1ന്റെ ഇടയ്ക്കാണ് റൂട്ട്. അപ്പൊ നമ്മൾ അടുത്ത ഇന്റർവെൽ ആയിട്ട് I2 എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കാൻ പോകുന്നത് A2 B2 എന്നുള്ള ഇന്റർവെൽ ആയിട്ട് എടുക്കാൻ പോകുന്നത് AX1 ആണ്. in case f of x1 is positive. ഓക്കെ, എഫ് ഓഫ് x1 നെഗറ്റീവ് ആണെങ്കിലോ? എഫ് ഓഫ് x1 നെഗറ്റീവ് ആണെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇവിടെയല്ല, ഈ ഫംഗ്ഷൻ ഇങ്ങനെയാണ് പോയേക്കുന്നത്. ഈ x1ൽ ഫംഗ്ഷന്റെ വാല്യൂ നെഗറ്റീവ് ആണ്, റിയൽ ആക്സിസിന് താഴെയാണ് വരുന്നത്. അപ്പൊ ഫംഗ്ഷൻ ഇങ്ങനെ പോയിട്ട് ഇതിന്റെ ഇടയ്ക്ക് എവിടെയോ ആണ് എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്ത് പോണേ. അപ്പൊ നമ്മൾ AX1 എന്നുള്ള ഇന്റർവെല്ലിൽ എടുക്കണ്ട. ആ ഇന്റർവെല്ലിൽ റൂട്ട് ഇല്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റൂട്ട് ഇവിടെയാണ്. അപ്പൊ നമ്മൾ എടുക്കാൻ പോണ I2 എന്നുള്ള ഇന്റർവെൽ ആയിട്ട് എടുക്കാൻ പോകുന്നത് x1b ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓരോ സ്റ്റെപ്പിലും നമ്മളിങ്ങനെ ബൈസെക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇന്റർവെല്ലിനെ ബൈസെക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഹാഫാണ് എടുക്കുന്നത്, ഒരു ഹാഫ് നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നു, ഇഗ്നോർ ചെയ്യുന്നു. എങ്ങനത്തെ ഹാഫാണ് നെഗ്ലക്ട് ചെയ്യുന്നത്? എൻ പോയിന്റ്സിൽ ഫംഗ്ഷൻ വാല്യൂ സെയിം സൈൻ വരുന്ന ഹാഫ് പോർഷൻ ഓഫ് ദ ഇന്റർവെൽ നെഗ്ലക്ട് ചെയ്യുന്നു. മറ്റേ ഹാഫ് പോർഷൻ, അതായത് എൻ പോയിന്റ്സിലെ ഫംഗ്ഷൻ വാല്യൂ ഓപ്പോസിറ്റ് സൈൻ വരുന്ന ഹാഫ് പോർഷൻ ആണ് നമ്മൾ അടുത്ത ഇന്റർവെൽ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ എഫ് ഓഫ് x1 നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എഫ് ഓഫ് x1 നെഗറ്റീവും എഫ് ഓഫ് ബി പോസിറ്റീവും ആണ്. എഫ് ഓഫ് x1 നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അർത്ഥം x1ൽ ഫംഗ്ഷന്റെ വാല്യൂ നെഗറ്റീവും പിന്നെ ബിയിൽ ഫംഗ്ഷൻ വാല്യൂ പോസിറ്റീവ് എന്നായിരുന്നു. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഉണ്ട് ഒരു റൂട്ട്. അപ്പൊ നമ്മൾ I2 എന്നുള്ള ഇന്റർവെൽ ആയിട്ട് എന്തെടുക്കും? x1b എന്നുള്ള ഇന്റർവെൽ എടുക്കും. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. വീണ്ടും ഇനി ഇതാണ് AX1 എന്ന് പറയുമ്പോൾ ഈ കേസിലാണെങ്കിൽ ഈ ഒരു ഗ്രാഫ് ഒരു എക്സാമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്തതിൽ AX1, അപ്പൊ ആദ്യത്തെ ഇന്റർവെൽ ആയിട്ട് AB എന്നുള്ള ഇന്റർവെൽ ആണ് നമ്മൾ I1 എടുത്തത്. പിന്നെ ഇപ്പോൾ I2 ആയിട്ട് എന്തെടുത്തു? AX1 എന്നുള്ള ഇന്റർവെൽ എടുത്തു I2. ഇനി ഇതിനെ വീണ്ടും ബൈസെക്ട് ചെയ്യണു. A + x1/2 ആണ് നമ്മൾ x2 ആയിട്ട് എടുക്കണേ. വീണ്ടും A തുടങ്ങി x1 വരെയുള്ള പോർഷൻ നോക്കി അവിടെ എഫ് ഓഫ് എ നെഗറ്റീവ്, എഫ് ഓഫ് x2 നെഗറ്റീവ്. അപ്പൊ ഈ ഇന്റർവെൽ നോക്കുന്നില്ല. പിന്നെ നമ്മൾ എടുക്കാൻ പോണത് ഈ ഇന്റർവെല്ലാണ് I3. ഈ ഇന്റർവെല്ലാണ് നമ്മൾ I3 ആയിട്ട് എടുക്കണേ. വീണ്ടും നമ്മൾ ഇതിനെ ബൈസെക്ട് ചെയ്യുന്നു. ബൈസെക്ട് ചെയ്തിട്ട് ഈ പോർഷൻ നോക്കുന്നു. ഈ രണ്ട് പോർഷനിൽ ഏതാണ് ഓപ്പോസിറ്റ് സൈൻ വരുന്നത് നോക്കുമ്പോൾ ഈ കേസിൽ വരുമ്പോൾ ഇതിന്റെ ഇടയ്ക്കാണ് വരുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ എടുക്കുന്ന I3. I4 വീണ്ടും ഇതിനെ ബൈസെക്ട് ചെയ്യുന്നു. പിന്നെ ഇതായിരിക്കും I5 വരുന്നത്. വീണ്ടും ബൈസെക്ട് ചെയ്യുന്നു. പിന്നെ ഇതായിരിക്കും I6 വരുന്നത്. അങ്ങനെ ഈ റൂട്ടിലേക്ക് പോകും. നമ്മളുടെ ഈ x1 x2 x3 എക്സെട്ര എന്ന് പറഞ്ഞ് എടുക്കുന്നത് ആക്ച്വലി റൂട്ടിലേക്ക് അടുത്തടുത്തേക്ക് വരും. അത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ എഫ് ഓഫ് സം xn എടുക്കുമ്പോൾ 0 കിട്ടുവാണെങ്കിൽ ദാറ്റ് xn ഇസ് ദ റിക്വയർഡ് റൂട്ട് ഓഫ് ദിസ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ദാറ്റ് ഇസ് ദ മെത്തേഡ്. നമ്മൾ എഫ് ഓഫ് x1 പോസിറ്റീവോ എഫ് ഓഫ് x1 നെഗറ്റീവോ എന്നുള്ള രണ്ട് കേസിലും എഫ് ഓഫ് x1 പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്താണ് I2 ആയിട്ട് എടുക്കുന്നത്? I2 ആയിട്ട് നമ്മൾ
എക്സ് എന്താണ് A2 അതായത് x1b എന്നുള്ള ഇന്റർവെൽ എടുക്കുന്നു. എഫ് ഓഫ് x1 നെഗറ്റീവ് ആണെങ്കിൽ x1 f of a is negative അല്ലെ, f of a is negative, f of x1 is positive. അങ്ങനെയാണെങ്കിൽ നമ്മൾ ax1 എന്നുള്ള ഇന്റർവെൽ ആണ് I2 ആയിട്ട് എടുക്കുന്നത്. അതേസമയം f of x1 നെഗറ്റീവ് ആണെങ്കിൽ ax1ൽ എടുത്തിട്ട് കാര്യമില്ല, കാരണം f of a നെഗറ്റീവ് ആണ്, f of x1 നെഗറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ x1b എന്നുള്ള ഇന്റർവെൽ ആണ് I2 ആയിട്ട് എടുക്കുന്നത്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾക്ക് ഈ ബ്ലാക്ക് കളറിൽ എഴുതിയിരിക്കണം, വേണമെങ്കിൽ നിങ്ങൾക്ക് അത് എക്സാമിന് എഴുതണമെന്നില്ല. ഞാനത് എഴുതിയത് എങ്ങനെയാണ് ആ പ്രോസസ്സ് പോകുന്നതെന്നൊന്ന് ജനറൽ ആയിട്ട് എഴുതിയേക്കാണ്. എന്തായാലും ഇഫ് ദ ബൈസെക്ഷൻ പ്രോസസ് ടെർമിനേറ്റ്സ്, ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ ടെർമിനേറ്റ് ചെയ്യുവാണെങ്കിൽ ബൈ ലൊക്കേറ്റിംഗ് എ പോയിന്റ് xn such that f of xn equal to 0, then xn is our required root which will complete the proof. Suppose it doesn't terminate, ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്, then in that case we get a sequence of nested intervals അല്ലെ, ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവൽസിന്റെ ഒരു നെസ്റ്റഡ് സീക്വൻസ് കിട്ടുന്നു. in is equal to a and bn, closed interval a and bn, such that for each n f of an is negative and f of bn is positive. ഓരോ n പോയിന്റിലും ഫംഗ്ഷൻ വാല്യൂ ഓപ്പോസിറ്റ് സൈൻ ആണ്. ഓക്കെ, ഓരോ ഇന്റർവെല്ലിലെയും n പോയിന്റ്സിലും ഫംഗ്ഷൻ വാല്യൂസ് ഓപ്പോസിറ്റ് സൈൻ ആണ്. Now also, since the intervals are obtained by bisecting, അതായത് റിപ്പീറ്റഡ് ബൈസെക്ഷൻ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്, സോ ദാറ്റ് ഫോർ എക്സാമ്പിൾ ലെങ്ത് ഓഫ് ദ ഫസ്റ്റ് ഇന്റർവൽ I1 എന്നുള്ള ഫസ്റ്റ് ഇന്റർവെലിന്റെ ലെങ്ത് b മൈനസ് എ ആണ്. പിന്നെ നമ്മൾ ഹാഫ് എടുത്തു, എന്നിട്ടാണ് I2 ഡിഫൈൻ. അപ്പോൾ I2ന്റെ ലെങ്ത് b മൈനസ് എ ഡിവൈഡഡ് ബൈ 2 ആണ്. I3യുടെ ലെങ്ത് b മൈനസ് എ ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ ആണ്. അങ്ങനെ b മൈനസ് എ ഡിവൈഡഡ് ബൈ 2 raised to n minus 1 ആണ് bn minus an വരുന്നത്. സോ ലെങ്ത് ഓഫ് ദി ഇന്റർവൽ ആസ് n goes to infinity it will tend to 0. Then we have nested interval property. If you have a sequence of nested intervals, closed and bounded intervals in a nested sequence endengil, and the length of the sequence is tending to 0 as n goes to infinity, then there exists a unique point common to all the intervals in the sequence എന്ന് പറഞ്ഞിട്ട് nested interval property ഉണ്ട്. Now by that property there exists a point C common to all the intervals in the nested interval sequence. That is, there exists a C which belongs to all INs for every n in n. That IN or a and bn or closed interval a and bn. That means C is lying between an and bn for every n. Then you can see that C minus an, the difference a-നും b-നും ഇടയ്ക്കാണ് C. അപ്പോൾ a-നും c-യും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് a-നും b-നും തമ്മിലുള്ള ഡിസ്റ്റൻസിനേക്കാളും കുറവാണ്. ഓക്കെ, ക്ലിയർലി C a-നേക്കാൾ വലുതാണ്. സോ you can say 0 less than or equal to C minus an, and C minus an, the distance between C and an is less than or equal to കുറച്ചുകൂടെ ഫാർ ആയിട്ടുള്ള an and bn തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് bn minus an, and bn minus an is the length of this interval in, and it is equal to b minus a divided by 2 raised to n minus 1, less than or equal to അല്ലെങ്കിൽ equal to എഴുതാം. Now that will tend to 0 as n goes to infinity, so that C minus an by sandwich theorem, left hand side is 0, right hand side tends to 0, so in between C minus an also tends to 0, or limit of an is C. Similarly, a-നും b-ന്റെ ഇടയ്ക്കാണ് C, so that bn minus C is also positive. അതുപോലെ bn-നും c-യും തമ്മിലുള്ള ഡിഫറൻസ് is less than or equal to bn minus an, and it is less than or equal to b minus a by 2 raised to n minus 1. It also tends to 0 as n goes to infinity. Therefore, by sandwich theorem, bn tends to C, or limit bn is C. Now we have two sequences an and bn, both converging to the same limit C. Then if the given function f is continuous on I, and our point C എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നെസ്റ്റഡ് ഇന്റർവൽ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടിയ പോയിന്റ്, it's a point common to all the intervals. C എന്ന് പറയുന്നത് IN-ലെ പോയിന്റ് ആണ്. IN is a subset of I for every n. So C is a point in I. F is continuous on I. That means F is continuous at C also. So that by sequential criteria for continuity, whenever a sequence converges to C, its image sequence should converge to F of C. Since here an and bn converges to C, we should have f of an and f of bn converge to f of C. So we get limit of f of an is f of C, and limit of f of bn is also f of C. Okay, now we have star എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്
ഇതാണ് എഫ് ഓഫ് എ എൻ ഇസ് നെഗറ്റീവ് ആൻഡ് എഫ് ഓഫ് ബി എൻ ഇസ് പോസിറ്റീവ് എന്ന് പറയുന്നതാണ്. അപ്പോൾ എഫ് ഓഫ് എ എൻ നെഗറ്റീവ് എഫ് ഓഫ് ബി എൻ പോസിറ്റീവ് ആയതുകൊണ്ട് ഫോർ എവറി എൻ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എ എനും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. എഫ് ഓഫ് എൻ ലെസ് ദാൻ 0 എന്നുള്ള ഇനീക്വാളിറ്റിയിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ സ്ട്രിക്റ്റ് ഇനീക്വാളിറ്റി മാറിയിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് വരും. അപ്പോൾ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് എഫ് ഓഫ് സി ആണ്. എഫ് ഓഫ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതുപോലെ എഫ് ഓഫ് ബി എൻ നെഗറ്റീവ് എന്നുള്ള എഫ് ഓഫ് ബി എൻ നെഗറ്റീവ് അല്ല, എഫ് ഓഫ് ബി എൻ പോസിറ്റീവ്. ഞാനിവിടെ എഴുതിക്കണതിൽ വീണ്ടും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എഫ് ഓഫ് ബി എൻ പോസിറ്റീവ് ഫോർ എവരി എൻ. അതിൽ ഞാൻ ഒന്നും കൂടി ഇവിടെ എഴുതാം. അപ്പോൾ നമ്മൾക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എ എൻ ബി എനും എങ്ങനെയാണ് ചൂസ് ചെയ്ത് എഫ് ഓഫ് എ എൻ ഇസ് നെഗറ്റീവ് ആൻഡ് എഫ് ഓഫ് ബി എൻ ഇസ് പോസിറ്റീവ് ഫോർ എവരി എൻ. ഓക്കെ, നൗ ഫോർ എവരി എൻ positive for every n. So if we apply limit on both sides, limit of f of a n is less than or equal to 0. And ഇവിടെ limit apply the limit of f of b n is greater than or equal to 0. കഴിഞ്ഞ സെമിസ്റ്ററിൽ നമ്മൾ പഠിച്ച തിയറാണ്. ഓക്കെ, ഈ സ്ട്രിക്റ്റ് ഇനീക്വാളിറ്റി മാറിയിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൂടെ വരുന്നേ ഉള്ളൂ. ഈ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എ എൻ ആണ് എഫ് ഓഫ് സി. എഫ് ഓഫ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതുപോലെ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് ബി എന്നോ അതും എഫ് ഓഫ് സി തന്നെയാണ് അല്ലേ. അപ്പോൾ എഫ് ഓഫ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നും കിട്ടി, എഫ് ഓഫ് സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നും കിട്ടി. ദാറ്റ് മീൻസ് എഫ് ഓഫ് സി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഒരു പോയിന്റ് സി ഉണ്ട് എന്ന് കിട്ടി. ദർ എക്സിസ്റ്റ് എ പോയിന്റ് സി. It's common to all the intervals in the sequence, nested interval sequence, and i's are all subsets of I for every n. So C is a point in I such that f of C is equal to 0. Thus, there exists a point in the interval at which the function is 0. അപ്പോൾ n pointsൽ ഫംഗ്ഷൻ വാല്യൂ ഓപ്പോസിറ്റ് സൈൻസ് ആണെങ്കിൽ ആ പോയിന്റ്സിന്റെ ഇടയ്ക്ക് ഏതോ ഒരു പോയിന്റിൽ ഫംഗ്ഷൻ ബിക്കംസ് 0, അല്ലെങ്കിൽ ആ ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ ഒരു എഫ് ഓഫ് എക്സ് ഇക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ ഒരു റൂട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഫംഗ്ഷന്റെ ഒരു 0 ഉണ്ട് എന്ന് പറയാം. ദാറ്റ് ഇസ് ദ ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം. ഓക്കെ, അപ്പോൾ ഈ ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇക്വേഷന്റെ റൂട്ട്സ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു പ്രൂഫ് മെത്തേഡ് തന്നെയാണ് അതിൽ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഇക്വേഷൻ സോൾവ് എക്സ് ഇ റേസ് ടു എക്സ് ഇസ് ഈക്വൽ ടു 2. ഇത് സോൾവ് ചെയ്യാനായിട്ട് അപ്രോക്സിമേറ്റ് അതായത് ന്യൂമറിക്കൽ മെത്തേഡ് വെച്ചിട്ട് അപ്രോക്സിമേറ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിത്ത് എറർ ലെസ് ദാൻ 1%. ഇവിടുത്തെ നമ്മൾ ഈ പ്രൂഫിൽ തന്നെ എഴുതിയായിരുന്നു ഓരോ സ്റ്റേജിലുള്ള എറർ എന്ന് പറയുന്നത് എന്താണ്. എറർ എന്ന് പറഞ്ഞാൽ റിയൽ റൂട്ടും ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന റൂട്ടും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് എറർ എന്ന് പറയാം. ഓക്കെ, റിയൽ റൂട്ട് നമ്മളിവിടെ ഒരു സ്റ്റേജിൽ എടുക്കുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ എക്സ് എൻ. റിയൽ റൂട്ട് സപ്പോസ് എക്സ് എന്നാണ് അല്ലെങ്കിൽ എക്സ് സ്റ്റാർ എന്നാണെങ്കിൽ ഈ എക്സ് സ്റ്റാറും എക്സിനും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇന്റർവെല്ലിൽ എയുടെയും ബിയുടെയും ഇടയ്ക്ക് എവിടെയോ ഒരു റൂട്ട് ഉണ്ട്, ആക്ച്വലി ഒരു റൂട്ട് എവിടെയോ ഉണ്ട്. നമ്മൾ എടുക്കുന്ന എക്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ പോയിന്റ് ആണ് എക്സ് എന്നെങ്കിൽ ഈ ഡിഫറൻസ് ആണ് എറർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഓരോ സ്റ്റേജിലും നമ്മൾ ഈ എറർ കുറഞ്ഞുകൊണ്ടിരിക്കും. ആദ്യം നമ്മൾ ഇപ്പൊ ഈ റൂട്ട് ഇവിടെ ഉണ്ട്, ആദ്യം നമ്മൾ എടുക്കുന്നത് ഈ ബൈസെക്ട് ചെയ്തിട്ട് x1 എന്ന് പറഞ്ഞെടുക്കുന്നത് ഇതാണ് x1 ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ആക്ച്വലി നമുക്ക് അറിയാവുന്നത് ഈ ഇന്റർവെല്ലിന്റെ എവിടെയോ ആണ് റൂട്ട് എന്ന് മാത്രമേ അറിയുള്ളൂ. നമ്മൾ എന്നിട്ട് അതിനെ അപ്രോക്സിമേറ്റ് റൂട്ടായിട്ട് ആദ്യത്തെ സ്റ്റേജിൽ x1 എടുക്കുകയാണ്. അപ്പൊ x1 ആക്ച്വലി ഇതില് x1 അല്ല, റൂട്ട് വേണമെങ്കിൽ ചിലപ്പോൾ ഇതിൽ എവിടെയെങ്കിലും ആവാം, ഇവിടെ വരെ ആണെങ്കിലും ആവാം, ചിലപ്പോൾ ഇവിടെ വരെ വേണമെങ്കിലും ആവാം അല്ലെ. അപ്പൊ ഈ ടോട്ടൽ ലെങ്ത് എത്രയാണോ അതിനെ ബൈസെക്ട് ചെയ്തിട്ടാണ് ഫസ്റ്റ് റൂട്ട് നമ്മൾ എടുത്തത്. അപ്പൊ ടോട്ടൽ ലെങ്ത്തിന്റെ പകുതി ഇത്രയും നീളം എന്ന് പറഞ്ഞാൽ b-a/2, ഇതും b-a/2. അപ്പോൾ ഈ b-a/2 ലെങ്ത് ഡിസ്റ്റൻസിൽ എവിടെ വേണമെങ്കിലും റിയൽ റൂട്ട് വരാം. ഇവിടെ ഇതാണ്, ചിലപ്പോൾ ഈ അറ്റത്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഓരോ സ്റ്റേജിലും x1ഉം റിയൽ റൂട്ടും തമ്മിലുള്ള പോസിബിൾ ഗ്യാപ്പ്, പോസിബിൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ b-a/2 ആണ്. പിന്നെ നമ്മൾ വീണ്ടും ഇതിനെ ചെറുതാക്കുന്നുണ്ട്. ഈ ലെങ്ത് ഒക്കെ നോക്കിയിട്ട് ഈ ഇന്റർവെല്ലിൽ രണ്ടിലും പോസിറ്റീവ്, അപ്പൊ ഇത് മാറ്റിയിട്ട് ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കാണ് എന്നാണ് രണ്ടാമത്തെ സ്റ്റേജിൽ എടുക്കുന്നത്. എന്നിട്ട് അതിന്റെ ബൈസെക്ട് ചെയ്ത് ഇതാണ് സെക്കൻഡ് റൂട്ടായിട്ട് എടുക്കുന്നത്. അപ്പൊ ആക്ച്വലി ഇവിടത്തിൽ എവിടെ വേണമെങ്കിലും ആവാം റൂട്ട്. അതിൽ നമ്മൾ ഈ ഇത്രയും ലെങ്ത്തിൽ എവിടെ വേണമെങ്കിലും റൂട്ട് വരാം. അതിൽ എവിടെയാന്ന് നമുക്കറിയില്ല. അതിന്റെ ബൈസെക്ട് ചെയ്തിട്ട് നടുക്കുള്ള പോയിന്റ് ആണ് നമ്മൾ സെക്കൻഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ എടുക്കുന്നത്. അപ്പൊ ആക്ച്വലി ഇത്രയും ഇവിടെ വേണമെങ്കിലും ആവാം, ഇവിടെ വേണമെങ്കിലും ആവാം, ഇവിടെ എവിടെ വേണമെങ്കിലും ആവാം. അപ്പൊ ഈ x2ഉം റിയൽ റൂട്ട് സപ്പോസ് ഇവിടെയാണ് ആ റിയൽ റൂട്ട് അല്ലെങ്കിൽ ആ റിയൽ റൂട്ടും തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണ്? ഗ്യാപ്പ് ഇതാ ഈ ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസ് ആക്ച്വലി ഈ ഇന്റർവെല്ലിന്റെ ലെങ്ത് പകുതി ഡിസ്റ്റൻസിൽ വരാം അല്ലെ. ഈ ഇന്റർവെല്ലിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ b-a/2 ആയിരുന്നു ഈ ഇന്റർവെല്ലിന്റെ മൊത്തം ഡിസ്റ്റൻസ്, മൊത്തം ലെങ്ത്. അപ്പൊ ഇതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ b-a/4. അപ്പോൾ ആക്ച്വലി ആ b-a/4 എന്ന് പറയുന്നത് നമ്മൾ എടുക്കണം b2
ഇതാണ് A2 B2. ഇത് A2 B2. ആദ്യം നമ്മൾ പറഞ്ഞ ഇത് A1 B1. പിന്നെ നമ്മളെടുത്ത് A2 B2. A2 B2 എന്നാൽ ലെങ്ത്തിന്റെ പകുതി B2 മൈനസ് A2/2 അല്ലെങ്കിൽ B മൈനസ് A ഡിവൈഡഡ് ബൈ 2². അങ്ങനെ ഏതൊരു നെക്സ്റ്റ് സ്റ്റേജിൽ B3 മൈനസ് A3/2 ആണ് എറർ വരിക. x3യും നമ്മുടെ റിയൽ റൂട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് ആയിരിക്കും. ഇതെന്ന് പറയുന്നത് B മൈനസ് A ഡിവൈഡഡ് ബൈ 2³ ആയിരിക്കും. അങ്ങനെ nth സ്റ്റേജിൽ xനും റിയൽ റൂട്ടും തമ്മിലുള്ള nth സ്റ്റേജിലുള്ള എറർ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു bn മൈനസ് an/2 ആയിരിക്കും. bn മൈനസ് an/2 എന്ന് പറയുന്നത് ആക്ച്വലി b മൈനസ് a ഡിവൈഡഡ് ബൈ 2n ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മളിവിടെ പറയാൻ വന്നത്. സപ്പോസ് ഇവിടെ ഒരു ഇപ്പോൾ ഒരു ഇക്വേഷൻ തന്നിട്ട് സോൾവ് ചെയ്യാൻ പറയാണ് x e raised to x is equal to 2. നമ്മൾ ആദ്യം f of x equal to 0 എന്നായിട്ട് എഴുതുക. x e raised to x minus 2 is equal to 0. അപ്പോൾ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ f of x. ആദ്യം നമ്മൾ ഈ ഒരു ഇന്റർവെൽ കണ്ടുപിടിക്കുക എന്നുള്ളത് ജസ്റ്റ് ട്രയൽ ആൻഡ് എറർ ആണ്. 0 1 2 3 അങ്ങനെ ഓരോ നമ്പേഴ്സ് ഒക്കെ ഇട്ട് കൊടുത്ത് നോക്കിയിട്ട് ഫംഗ്ഷൻ വാല്യൂ എപ്പോഴാണ് ചേഞ്ച് ഇൻ സൈൻ വരുന്നത് നോക്കണം. സേ ഫോർ എക്സാമ്പിൾ f of 0 എടുത്തു കൊടുത്തു. എക്സിന് 0 എന്ന് കൊടുക്കുമ്പോൾ യു ഗെറ്റ് -2 നെഗറ്റീവ് ആണ്. ഇനി 1 കൊടുത്തു നോക്കാം. f of 1 1 ഇൻറ്റു ഇ റേസ് ടു 1 -2. ഇ എന്ന് പറഞ്ഞാൽ 2.71 അല്ലേ, 8 സംതിങ് ആണ്. അപ്പോൾ ഇത് അപ്രോക്സിമേറ്റ്ലി 2 കുറച്ച് കഴിയുമ്പോൾ 0.718 വരുമായിരിക്കും അപ്രോക്സിമേറ്റ്ലി. എന്താണെങ്കിലും 0 പോയിന്റ് സംതിങ് പോസിറ്റീവ് ആണ്. സോ f of 0 is negative and f of 1 is positive. So you can say that there is a root in between 0 and 1. 0 and 1 ഇടയ്ക്ക് ഒരു റൂട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ഇന്റർവെൽ ആയിട്ട് എടുക്കുന്നത് 0 1. ഓക്കെ, there exists a root in 0 1. അപ്പോൾ അതിൽ നമ്മൾ തുടങ്ങുന്നത് ആദ്യം x1 എന്ന് പറയുന്നത് 0ന്റെ 1ന്റെ മിഡ് പോയിന്റ് 0 + 1/2 0.5. അപ്പോൾ അതിൽ എറർ എന്താണ് ആക്ച്വലി x1ഉം റിയൽ റൂട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് വരാവുന്നത് എററും 0.5 ആണ് അല്ലേ, b മൈനസ് a/2 അതായത് 1 മൈനസ് 0/2. അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റേജിൽ എടുക്കുക. അതായത് x1 കണ്ടുപിടിച്ചു. എന്നിട്ട് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ച് നോക്കുകയാണെങ്കിൽ ഗ്രാഫ് ഒന്നും വരക്കണ്ട. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന കാര്യങ്ങൾ f of 0നും 1നും ഇടയ്ക്ക് ഒരു റൂട്ട് ഉണ്ട്. f of 0 എഫിൻ്റെ വാല്യൂസ് എഴുതുകയാണെങ്കിൽ f of 0 നെഗറ്റീവ് ആണ്, f of 1 പോസിറ്റീവ് ആണെന്ന് കിട്ടി, പോസിറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ അതിന് മിഡ് പോയിന്റ് ആയിട്ട് x1 എടുത്തു 0.5. f of x1 ഇത് 0.5. f of x1 കണ്ടുപിടിക്കണം. f of x1 എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റർ എടുത്തിട്ട് x1 ഇൻറ്റു ഇ റേസ് ടു x1 -2 കണ്ടുപിടിക്കാം. 0.5 ഇൻറ്റു ഇ റേസ് ടു 0.5 -2 അത് ഞാൻ ചെയ്തിട്ടുണ്ട്. f of x1ന്റെ വാല്യൂ കിട്ടുന്നത് -1.1756 എന്നാണ്. അപ്പോൾ f of x1 നെഗറ്റീവ് ആണ്. കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും f of x1 നെഗറ്റീവ് ആണ്. അതായത് റൂട്ട് 0.5ന്റെയും 1ന്റെയും ഇടയ്ക്കാണ്. അപ്പോൾ നമ്മൾ ഇനി എടുക്കുന്നത് A2B2 ആയിട്ട് എടുക്കുന്നത് ഇതാണ് A2, ഇതാണ് B2. എന്നിട്ട് അതിൻ്റെ പകുതിയായ x3 എന്ന് പറഞ്ഞാൽ അല്ല x2 എന്ന് പറഞ്ഞാൽ 0.5ന്റെയും 1ന്റെയും നടുക്ക് 0.75. ഇനി വീണ്ടും 0.75 ഫംഗ്ഷൻ വാല്യൂ കാൽക്കുലേറ്ററിൽ x e raised to x minus 2ൽ 0.75 അടിച്ചു കൊടുക്കുക. 0.75 e raised to 0.75 -2. അതിനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മെമ്മറി കാൽക്കുലേറ്ററിലെ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോഴും നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടും. ദാറ്റ് ഈസ് f of x2 നെഗറ്റീവ് ആണ്, ഇവിടെയും നെഗറ്റീവ് ആണ്. അപ്പോൾ ഈ ഇത്രയും ഇന്റർവെൽ നമുക്ക് ഒമിറ്റ് ചെയ്യാം. യുവർ റൂട്ട് ഇസ് ബിറ്റ്വീൻ x2 and 1. അപ്പോൾ ഇതിൻ്റെ നടുക്കുള്ള പോയിന്റ് ആണ് അടുത്ത സ്റ്റേജിൽ നമ്മൾ എടുക്കുന്നത് 0.725 അല്ല 0.725 അല്ല 0.875. 0.75ന്റെയും 1ന്റെയും മിഡ് പോയിന്റ് 0.875. എന്നിട്ട് വീണ്ടും 0.875ൽ ഫംഗ്ഷൻ വാല്യൂ നോക്കുന്നു, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് 0.099 കിട്ടും. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ആണെന്ന് കിട്ടും. ഓക്കെ, x3ൽ പോസിറ്റീവ് ആണ്. അപ്പോൾ ഇതും പോസിറ്റീവ് ഇവിടെയും പോസിറ്റീവ്. അപ്പോൾ ഈ റേഞ്ച് നോക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത് നമ്മൾ എടുക്കാൻ പോണത് ഈ ഇന്റർവെല്ലാണ് റൂട്ട്. x2നും x3ക്കും ഇടയ്ക്കാണ് റൂട്ട്. 0.75ന്റെയും
0.875ൻ്റെയും മിഡ് പോയിന്റ് ആയിട്ടാണ് നമ്മൾ ഇനി x4 എടുക്കുന്നത്. 0.75ൻ്റെയും 0.875ൻ്റെയും മിഡ് പോയിന്റ് ഇസ് 0.8125. ഞാനിവിടെ ഈ ഒരു ടേബിളിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത് എത്ര വരെ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എറർ ലെസ് ദാൻ 0.01 വരെ ചെയ്യാനാണ്. അപ്പോൾ എറർ നിങ്ങൾ ഈ ടേബിളിൽ തന്നെ ഒരു സൈഡിൽ കണ്ടുപിടിക്കുക. ആദ്യം 0.5 എറർ ഉണ്ടായിരുന്നു, 0.25, 0.1, 0.01 ചെറുതായിട്ട് വരുന്ന വരെ ചെയ്യണം. അപ്പോൾ ആറാമത്തെ സ്റ്റേജിൽ 0.01നേക്കാൾ ഒരു ഇത്തിരി കൂടുതലാണ്. ഏഴാമത്തെ സ്റ്റേജിൽ 0.007875 എറർ വരുന്നത്, അതായത് 0.01നേക്കാളും ചെറിയ നമ്പറാണ്. അപ്പോൾ ഏഴാമത്തെ സ്റ്റേജിൽ നമുക്ക് നിർത്താം. സോ ദാറ്റ് ദ എറർ ഇസ് ലെസ് ദാൻ 0.01. ആൻഡ് ആ സ്റ്റേജിൽ നമുക്ക് കിട്ടിയിട്ടുള്ള എക്സ് എന്ന് പറയുന്നത് 0.8515625. 0.8515625 is an approximate root. ഞാൻ 2 ഡെസിമൽ എഴുതിയിട്ടുള്ളൂ, കറക്റ്റ് 2 ഡെസിമൽ പ്ലേസ്. എന്തായാലും ദാറ്റ് റൂട്ട് is an approximate root with error less than 0.01 or 1% എറർ കുറവ് എറർ ഉള്ള ഒരു റൂട്ടാണ്. കറക്റ്റ് എന്ന് പറയണില്ല, പക്ഷെ എറർ ഇസ് ലെസ് ദാൻ 1%. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻ ഓൺ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെൽസിന്റെ 3 പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. ഒന്ന്, ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെല്ലിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷൻ ബൗണ്ടഡ് ആയിരിക്കും. ദാറ്റ് തിയറം ഇസ് നോൺ ആസ് ബൗണ്ടഡ്നെസ് തിയറം. സുപ്രീമോ ഇൻഫിമോ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന തിയറം. രണ്ടാമത് പറഞ്ഞു, സുപ്രീമോ ഇൻഫിമോ എക്സിസ്റ്റ് ചെയ്ത് മാത്രമല്ല ഈ സുപ്രീമോ ഇൻഫിമോ അറ്റൈൻ ചെയ്യുന്നുണ്ട്, ഈ ഇന്റർവെല്ലിൽ ഏതോ ഒരു പോയിന്റിൽ അറ്റൈൻ ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, അബ്സല്യൂട്ട് മാക്സിമം പോയിന്റ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് മിനിമം പോയിന്റ് എന്ന് പറയാം. അപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെൽ ഹാസ് an absolute maximum point and an absolute minimum point. That theorem is known as maximum minimum theorem. അപ്പോൾ അതും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻ ഓൺ എ ക്ലോസ്ഡ് ഇന്റർവെലിന് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. പിന്നെ മൂന്നാമത് നമ്മൾ പറഞ്ഞ തിയറം ഇതാണ്, ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം. അതെന്താ പറഞ്ഞത്, ഇഫ് യു ഹാവ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻ ഓൺ എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെൽ എ ബി സച്ച് ദാറ്റ് എഫ് ഓഫ് എ ആൻഡ് എഫ് ഓഫ് ബി ആർ ഓഫ് ഓപ്പോസിറ്റ് സൈൻസ്, then you can say that there is a root in between a and b. There is a root in between a and b എന്ന് വെച്ചാൽ there is a point in between a and b at which the function is 0. ഇനി അപ്പോൾ ഇത് നമ്മൾ റൂട്ട്സ് ലൊക്കേറ്റ് ചെയ്യാനുള്ള ന്യൂമറിക്കൽ മെത്തേഡ്സിലൊക്കെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു തിയറാണ്. ഇനി ആ തിയറം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ആ തിയറം പ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടുന്ന ഒരു കാര്യമാണ്, ഇത് ആക്ച്വലി 0 മാത്രമല്ല, അതായത് നമ്മൾ ചെയ്തത് എന്താണ്, നമ്മൾ പറഞ്ഞു എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ കേസിൽ ഒരു പോയിന്റ് എയിലുള്ള ഒരു വാല്യൂ അത് നെഗറ്റീവ് ആണ് എന്തെങ്കിലും ആയിക്കോട്ടെ, ബിയിലുള്ള ഫംഗ്ഷന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെ എത്താനായിട്ട് എവിടെയെങ്കിലും ഈ പോയിന്റ് അറ്റൈൻ ചെയ്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അത് ആക്ച്വലി നമുക്ക് ഈ 0 മാത്രമല്ല, എഫ് ഓഫ് എ, അപ്പൊ ഈ പോയിന്റിന്റെ കറസ്പോണ്ടിങ് വൈ ആക്സിസിൽ വരുന്ന വാല്യൂ എഫ് ഓഫ് എ, ഈ പോയിന്റിന്റെ കറസ്പോണ്ടിങ് വൈ ആക്സിസിൽ വരുന്ന വാല്യൂ എഫ് ഓഫ് ബി. ഈ എഫ് ഓഫ് എയുടെ എഫ് ഓഫ് ബിയുടെ ഇടയ്ക്കുള്ള 0 എന്നുള്ള വാല്യൂവിന് പ്രത്യേകിച്ച് വലിയ പ്രത്യേകതയൊന്നുമില്ല. 0 മാത്രമല്ല, എഫ് ഓഫ് എയുടെ എഫ് ഓഫ് ബിയുടെ ഇടയ്ക്കുള്ള ഏത് വാല്യൂ എടുത്താലും, ഞാനിവിടെ ഒരു പോയിന്റ് എടുത്താൽ ആ വാല്യൂ ഈ പോയിന്റിൽ അറ്റൈൻ ചെയ്യുന്നുണ്ട്. വേറെ ഏതെങ്കിലും ഒരു വാല്യൂ ഞാൻ കെ എന്ന് എടുത്താൽ 0 മാത്രമല്ല, ഏതൊരു ഇന്റർമീഡിയറ്റ് വാല്യൂ ഇൻ ബിറ്റ്വീൻ എഫ് ഓഫ് എ ആൻഡ് എഫ് ഓഫ് ബി എടുത്താലും ഈ കെ എന്നുള്ള വാല്യൂ ഫംഗ്ഷൻ അറ്റൈൻ ചെയ്തേ പറ്റൂ. കാരണം ഫംഗ്ഷൻ ഈ എഫ് ഓഫ് എ തുടങ്ങി എഫ് ഓഫ് ബി വരെ കണ്ടിന്യൂസ് ആയിട്ട് വരണമെങ്കിൽ അറ്റ് സംവേർ ഇറ്റ് ഷുഡ് ടേക്ക് ദ വാല്യൂ കെ. ഈ ഒരു x1 എന്നുള്ള പോയിന്റിൽ എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു കെ. അതായത് ഇതിൽ നിന്ന് നമുക്ക് പറയാവുന്ന ഒരു റിസൾട്ട് ആണ് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം. ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം പറയുന്നത് എഫ് ഓഫ് എക്കോ എഫ് ഓഫ് ബിക്കോ ഇടയ്ക്കുള്ള എല്ലാ ഇന്റർമീഡിയറ്റ് വാല്യൂസും ഫംഗ്ഷൻ അറ്റൈൻ ചെയ്തേ പറ്റും. അപ്പോൾ അതാണ് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം. ഇഫ് ഫംഗ്ഷൻ എഫ് ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ആൻ ഇന്റർവെൽ, ക്ലോസ്ഡ് ഇന്റർവെൽ പറയണം എന്നില്ല, ഇന്റർവെൽ സച്ച് ദാറ്റ് and if you take 2 points a and b, അതായത് end points തന്നെ എടുക്കണമെന്നില്ല, ഓപ്പൺ ഇന്റർവെൽ എടുത്താലും എന്തായാലും കുഴപ്പമില്ല, ഏതെങ്കിലും 2 വാല്യൂസ് ഈ ഇന്റർവെല്ലിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷന്റെ അകത്തെ ഏതെങ്കിലും 2 വാല്യൂസ് നിങ്ങൾ എടുക്കുകയാണ് എയും ബിയും, ആ എയുടെയും ബിയുടെയും ഇടയ്ക്കുള്ള ഏതൊരു ഇന്റർമീഡിയറ്റ് വാല്യൂവും ഫംഗ്ഷൻ അറ്റൈൻ ചെയ്തേ പറ്റും. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രൂവ് ചെയ്യാം. എങ്ങനെയാന്ന് വെച്ചാൽ, കൺസിഡർ എ ആൻഡ് ബി ഇൻ ഐ. സപ്പോസ് ദാറ്റ് എഫ് ഇസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി. അപ്പോൾ ക്ലോസ്ഡ് എയും ബിയും ഐയിലെ പോയിന്റ്സ് ആണ്. സപ്പോസ് എ എന്ന് പറയുന്നത് ചെറുത്, ബി വലുതാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ഇസ് സബ്സെറ്റ് ഓഫ് ഐ. ഐയിലെ 2 പോയിന്റ്സ് ആണ് എ ബി എങ്കിൽ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ഇസ് സബ്സെറ്റ് ഓഫ് ഐ. സിൻസ് എഫ് ഇസ് കണ്ടിന്യൂസ് ഓൺ ഐ,
f is continuous on closed interval AB. Now consider a real number k between intermediate value between f of a and f of b. You have to prove that there is a point at which f of c is equal to k. Okay. അങ്ങനെ ഒരു സി ഉണ്ട്, കെ എന്നുള്ള വാല്യൂ എഫ് അറ്റൈൻ ചെയ്യുന്ന ഒരു സി ഉണ്ടെന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. സി ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി, ഓപ്പൺ ഇന്റർവൽ എ ബിയിലാണ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. Assume that such a c does not exist. That means there does not exist a c such that f of c is equal to k. That means for every point f of x is not equal to k. F of x is not equal to k for every x in open interval AB. Okay, a contradictory ആയിട്ട് നമ്മൾ assume ചെയ്തു. ഇനി what is f of a? F of a is less than k, strictly less than k എന്നാണ് k എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് k അല്ല. f of b എന്ന് പറയുന്നത് k നേക്കാളും സ്ട്രിക്ട്ലി വലുതാണ്. അപ്പോൾ അതുകൊണ്ട് f of b യും k അല്ല. അപ്പോൾ f of x എന്റെ ബിന്റെ ഇടയ്ക്കുള്ള പോയിന്റ്സിലൊന്നും കെ അല്ല, എയിലും കെ അല്ല, ബിയിലും കെ അല്ല. അതായത് എഫ് ഓഫ് എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു കെ ഫോർ എവറി എക്സ് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് മൈനസ് കെ എന്ന് പറയുന്നത് ഇസ് നെവർ ഗോയിങ് ടു ബി സീറോ in this interval, closed interval AB. So suppose you are defining a function g on closed interval AB by g of x is equal to f of x minus k. Clearly f of x minus k f of x minus k എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർലി എഫ് എക്സ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ k is continuous everywhere, so g is continuous, and g of a എന്ന് പറയുന്നത് നിങ്ങൾക്ക് f of a minus k എന്ന് കിട്ടും. നമ്മൾ എടുത്തിരിക്കുന്ന സ്റ്റാർ നോക്കി, സ്റ്റാർ എന്നുള്ള ഇനീക്വാളിറ്റിയിൽ പോലെയാണ് k എന്നുള്ള നമ്പർ എടുത്തത്. സോ k is strictly bigger than f of a, so that g of a f of a minus k is negative. അതുപോലെ g of b f of b minus k ആണ്, it is positive since k is less than f of b. അപ്പോൾ g is a continuous function defined on closed interval AB, g of a is negative and g of b is positive. So if you have a continuous function defined on a closed interval and the function values has the opposite signs at the end points of the interval, then by location of roots theorem there exists a point c in between a and b at which f of c g of c is 0. So by location of roots theorem applied to the function g, there exists a c at which g of c is 0. Now what is g of c? By the definition of the function g, g of c is f of c minus k. That means g of c is 0 means f of c minus k is 0. That means f of c is k. That is, there exists a point c in between a and b at which f of c is equal to k. അപ്പോൾ k എന്നുള്ള വാല്യൂ അറ്റൈൻ ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട് എന്ന് കിട്ടി. ദാറ്റ് ഇസ് known as, this theorem is known as Bolzano's intermediate value theorem. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെലിന്റെ കാര്യങ്ങൾ പഠിച്ചു. ബൗണ്ടഡ്നെസ് തിയറം സേസ് ദാറ്റ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെൽ ഇസ് ബൗണ്ടഡ്. ബൗണ്ടഡ് ആയിരിക്കും. ബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ സുപ്രീമോ ഇൻഫിമോ എക്സിസ്റ്റ് ചെയ്യും ഇൻ ആർ റിയൽ നമ്പേഴ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. രണ്ടാമത് നമ്മൾ പഠിച്ചു ഏത് റിയൽ എക്സിസ്റ്റ് ചെയ്യുന്നു മാത്രമല്ല, ഈ ബൗണ്ട്സ് സുപ്രീമോ ഇൻഫിമോ വാല്യൂസ് ഈ ഫംഗ്ഷൻ ഒരു പോയിന്റിൽ അറ്റൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അബ്സല്യൂട്ട് മാക്സിമം പോയിന്റ് അബ്സല്യൂട്ട് മിനിമം പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഫോർ എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെൽ. അപ്പോൾ ബൗണ്ടഡ് ആണ്, സുപ്രീമോ ഇൻഫിമോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, മാത്രമല്ല സുപ്രീമോ ഇൻഫിമോ അറ്റൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ തിയറം എന്താണ്, ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം ആണ്. അതായത് ഇഫ് യു ഹാവ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെൽ സച്ച് ദാറ്റ് ഇറ്റ്സ് എന്താ പറയുക, ഇന്റർവെലിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ ഇന്റർവെലിന്റെ എൻഡ് പോയിന്റിലെ ഫംഗ്ഷൻ വാല്യൂ ഓപ്പോസിറ്റ് സൈൻസ് ആണെങ്കിൽ, for example, f is a continuous function defined on closed interval AB and f of a and f of b are of opposite signs, then there is a point in between a and b at which the function takes the value 0. അപ്പോൾ അത് നമ്മൾ പ്രൂവ് ചെയ്തത് ആക്ച്വലി ഒരു റൂട്ടിലേക്ക്, ഫംഗ്ഷന്റെ റൂട്ടിലേക്ക്, റൂട്ട് മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു 0 എന്നുള്ള ഇക്വേഷന്റെ റൂട്ട് അല്ലെങ്കിൽ ഫംഗ്ഷന്റെ സീറോയിലേക്ക്, ഒരു പോളിനോമിയൽ അല്ലെങ്കിൽ ഫംഗ്ഷന്റെ 0 എന്ന് പറയില്ലേ, ആ ഫംഗ്ഷൻ 0 ആവുന്ന പോയിന്റ്, അങ്ങനത്തെ ഒരു പോയിന്റ് റൂട്ടിലേക്ക് ഒരു അപ്രോക്സിമേറ്റ് റൂട്ട് കണ്ടുപിടിക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ അതിന്റെ പ്രൂഫ് പോണേ. അപ്പോൾ അതിന്റെ പ്രൂഫ് ആക്ച്വലി ന്യൂമറിക്കൽ മെത്തേഡ്സിലെ ബൈസെക്ഷൻ മെത്തേഡ് എന്നുള്ള ന്യൂമറിക്കൽ മെത്തേഡിന്റെ അൽഗോരിതം തന്നെയാണ്, ആ സ്റ്റെപ്സ് പ്രൊസീജിയർ ആണ് ആ പ്രൂഫിൽ പറയുന്നത്. അപ്പോൾ ആ പ്രൂഫ് യൂസ് ചെയ്തിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ് റൂട്ട്സ് കണ്ടുപിടിക്കാനായിട്ടുള്ള പ്രോബ്ലംസും നമുക്ക് അത് വെച്ചിട്ട് തന്നെ ചെയ്യാം.
ഓക്കെ, അപ്പോൾ ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം പറയുന്നത് ഇതാണ്. ഇഫ് എഫ് ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവൽ എ ബി, എഫ് ഓഫ് എ ആൻഡ് എഫ് ഓഫ് ബി ആർ ഓഫ് ഓപ്പോസിറ്റ് സൈൻസ്, ദെൻ ദർ ഇസ് എ പോയിന്റ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി അറ്റ് വിച്ച് എഫ് ഓഫ് എക്സ് 0. ഇനി പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി ഇതാണ്. ആക്ച്വലി 0 മാത്രമല്ല, എഫ് ഓഫ് എയും എഫ് ഓഫ് ബിക്കും ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ, ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് ആണെങ്കിൽ 0 എന്ന് പറയുന്നത് അതിന്റെ രണ്ടിന്റെ എഫ് ഓഫ് എന്റെ എഫ് ഓഫ് ബിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു വാല്യൂ ആണ്. അപ്പോൾ 0 അറ്റൈൻ ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി അവിടെ നോക്കുമ്പോൾ 0 എന്നുള്ള നമ്പർ മാത്രമല്ല, അതിന് പ്രത്യേകിച്ച് വലിയ പ്രത്യേകത ഒന്നുമില്ല. എഫ് ഓഫ് എക്കും എഫ് ഓഫ് ബിക്കും ഇടയ്ക്കുള്ള എല്ലാ വാല്യൂസും ആക്ച്വലി അറ്റൈൻ ചെയ്യപ്പെടുന്നുണ്ട്, ഈ ഫംഗ്ഷൻ അറ്റൈൻ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. അതായത് എഫ് ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവൽ such that f of a and closed and bounded interval ab, then we can say that ഇപ്പോൾ എ എന്ന് പറയുന്ന എ തുടങ്ങി ബി വരെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എ എഫ് ഓഫ് ബി ഒക്കെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഇപ്പൊ ഇത് വൈ ആക്സിസ് ആണെങ്കിൽ എഫ് ഓഫ് എ എന്ന് പറയുന്ന വാല്യൂ നെഗറ്റീവോ പോസിറ്റീവോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഇവിടെയാണെന്ന് വിചാരിക്കാം, നെഗറ്റീവ് ആണെന്ന് ഞാനിപ്പോൾ വിചാരിക്കണം, ഈ പോയിന്റ് ആണെന്ന് വിചാരിക്കണം. എഫ് ഓഫ് ബി എന്ന് പറയുന്നത് നമ്മൾ ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറത്തിൽ എഫ് ഓഫ് എ നെഗറ്റീവ് എഫ് ഓഫ് ബി പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുത്തത്. അപ്പൊ ഇവിടെ ഈ പോയിന്റ് തുടങ്ങി, ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, എ എഫ് ഓഫ് എ എന്നുള്ള പോയിന്റ് ആണ്. ഈ പോയിന്റ് ഏതാണ്, ബി എഫ് ഓഫ് ബി എന്നുള്ള പോയിന്റ് ആണ്. ആക്ച്വലി ഈ പോയിന്റ് തുടങ്ങി ഈ പോയിന്റ് വരേക്കും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് വരണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇങ്ങനെ ആവാം, ഏതെങ്കിലും ഒരു പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ എക്സ് ആക്സിസിനെ ക്രോസ്, ഫംഗ്ഷന്റെ ഗ്രാഫ് എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ പോയിന്റ്സിൽ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടാവും. എന്തായാലും ഒരു റൂട്ടെങ്കിലും ഫംഗ്ഷന്റെ ഒരു റൂട്ടെങ്കിലും ഈ ഇന്റർവെലിന്റെ ഉള്ളിൽ വരും. ഓക്കെ, ആക്ച്വലി ഇത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും, ഇത് ആക്ച്വലി 0 അറ്റൈൻ ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട് എന്ന് പറയുന്നതിനേക്കാളും ഈ എഫ് ഓഫ് എക്കും എഫ് ഓഫ് ബിക്കും ഇടയ്ക്കുള്ള ഏതൊരു പോയിന്റും ഏതൊരു വാല്യൂവും ആക്ച്വലി ഈ ഫംഗ്ഷൻ അറ്റൈൻ ചെയ്യുന്നുണ്ട്. ഏതൊരു വാല്യൂ കെ എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ എടുത്താൽ ഈ കെ എന്നുള്ള വാല്യൂ അറ്റൈൻ ചെയ്യുന്ന ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്. ഓക്കെ, അതാണ് ഞാൻ സി എന്ന് വിളിക്കുകയാണെങ്കിൽ there is a point C in between A and B such that f of C is equal to K, where K is any real number, any intermediate value between f of A and f of B. That is intermediate value theorem. അപ്പോൾ intermediate value theorem ആണ് ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അതിൻ്റെ ഒരു കൊറോളറി നോക്കാം. അതായത് ഈ എഫ് ഓഫ് എക്കും എഫ് ഓഫ് ബിക്കും ഇടയ്ക്കുള്ള വാല്യൂസ് എന്ന് പറയുന്നതിനേക്കാളും എനിക്ക് സത്യം പറഞ്ഞ എഫ് ഓഫ് എക്കും എഫ് ഓഫ് ബിക്കും ഇടയ്ക്കുള്ള വാല്യൂസ് മാത്രമല്ല, സപ്പോസ് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, സപ്പോസ് ഈ ഫംഗ്ഷൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കൂ, എ തുടങ്ങി ബി വരെയുള്ള ഫംഗ്ഷൻ, അത് എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഏതോ ഒരു വാല്യൂ ഉണ്ട്, എഫ് ഓഫ് എ എവിടെയാണെന്ന് വിചാരിക്കാം. എഫ് ഓഫ് എ എന്നുള്ള ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് താഴേക്ക് പോയിട്ട് ഇങ്ങനെ വന്നു. ഓക്കെ, ഫംഗ്ഷന്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. ഇതിങ്ങനെ മുകളിലേക്ക് പോകുന്നുണ്ട്, എഫ് ഓഫ് എയിൽ തുടങ്ങി മുകളിലേക്ക് പോകുന്നുണ്ട്, താഴേക്കും പോകുന്നുണ്ട്, താഴേക്കും പോകുന്നുണ്ട്. സപ്പോസ് ഇങ്ങനെയാണ് അതിന്റെ ഗ്രാഫ് എന്ന് വിചാരിക്കുക. ഇപ്പൊ ഇത് വൈ ആക്സിസ് ആണെങ്കിൽ ആക്ച്വലി ഇവിടെ എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ്, ഈ വാല്യൂ ആണ് എഫ് ഓഫ് എ. എഫ് ഓഫ് ബി എന്ന് പറയുന്നത് ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഈ ഒരു പോയിന്റ് ആണ് എഫ് ഓഫ് ബി എന്ന് പറയുന്നത്. അപ്പൊ എഫ് ഓഫ് എക്കും എഫ് ഓഫ് ബിക്കും ഇടയ്ക്കുള്ള എല്ലാ വാല്യൂസും, ഫോർ എക്സാമ്പിൾ ഈ ഒരു പോർഷനിൽ നോക്കിയാൽ തന്നെ അറിയാം, ഇവിടെ ഈ ഒരു പോർഷൻ ഓഫ് ദ കർവിൽ തന്നെ നമുക്ക് എന്ത് കിട്ടി, എഫ് ഓഫ് എക്കും എഫ് ഓഫ് ബിക്കും ഇടയ്ക്കുള്ള എല്ലാ വാല്യൂസും അറ്റൈൻ ചെയ്യപ്പെടുന്നുണ്ടെന്ന് കിട്ടി. ആക്ച്വലി എഫ് ഓഫ് എക്കും എഫ് ഓഫ് ബിക്കും ഇടയ്ക്കുള്ള എല്ലാ വാല്യൂസും മാത്രമല്ല, ഈ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ എത്രയാണോ അതിന്റെയും ഫംഗ്ഷന്റെ മിനിമം വാല്യൂ എത്രയാണോ അതിന്റെ ഇടയ്ക്കുള്ള എല്ലാ വാല്യൂസും ഈ ഫംഗ്ഷൻ അറ്റൈൻ ചെയ്യുന്നുണ്ട് ഇൻ ദിസ് ഇന്റർവൽ, അല്ലേ? അതായത് ദിസ് ഇസ് ദ മാക്സിമം വാല്യൂ, അബ്സല്യൂട്ട് മാക്സിമം പോയിന്റ്. സപ്പോസ് ഈ ആൽഫ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് മാക്സിമം ആണെന്ന് വിചാരിക്കുക, ആൻഡ് മാക്സിമം വാല്യൂ, സുപ്രീമം വാല്യൂ ഓഫ് എഫ് ബി ക്യാപിറ്റൽ എം, ആൻഡ് ഇൻഫിമം വാല്യൂ ഓഫ് എഫ് ബി ലിറ്റിൽ എം, which is attained at the point say beta. Actually this function attains every intermediate value between m and capital M and small letter m. For example, if you take any number in between this say k, ലിറ്റിൽ എമ്മിനും ക്യാപിറ്റൽ എമ്മിനും ഇടയ്ക്കുള്ള ഏത് നമ്പർ നമ്മൾ എടുത്തെന്ന് വിചാരിച്ചോ, ഏത് നമ്പർ എടുത്താലും ഈ കെ എന്നുള്ള വാല്യൂ അറ്റൈൻ ചെയ്യുന്ന ഒരു പോയിന്റ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഞാൻ വരച്ചിരിക്കുന്ന ഫംഗ്ഷന്റെ കേസിൽ ഒന്നല്ല,
പല പോയിന്റ്സ് ഉണ്ട്. പക്ഷേ എന്തായാലും ഒരു പോയിന്റിലെങ്കിലും ഈ പോയിന്റ് എഫ് സി എന്നുള്ള പോയിന്റിൽ എന്താണ് എഫ് ഓഫ് സി ഈസ് ഈക്വൽ ടു കെ. അതായത് സുപ്രീമോ ഓഫ് എഫിനും ഇൻഫിമോ ഓഫ് എഫിനും ഇടയ്ക്കുള്ള എല്ലാ വാല്യൂസും ഫംഗ്ഷൻ അറ്റൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഫംഗ്ഷന്റെ ഈ പോയിന്റ് തുടങ്ങി ആൽഫ തുടങ്ങി ബീറ്റ വരെയുള്ള ഈ ഒരു പോർഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. കാരണം എ ബി എന്നുള്ള ഇന്റർവെല്ലിന്റെ ഉള്ളിൽ തന്നെയാണ് നമുക്ക് ഈ സുപ്രീമോ അബ്സല്യൂട്ട് മാക്സിമം പോയിന്റും അബ്സല്യൂട്ട് മിനിമം പോയിന്റും കിട്ടിയിരിക്കുന്നത്. സോ ദാറ്റ് ആൽഫ ബീറ്റ എന്നുള്ള ഇന്റർവെൽ is a subset of interval AB, so that f is continuous on alpha beta. AB means f is continuous on closed interval alpha beta also. ആൽഫ ആണോ ബീറ്റ ആണോ ഏതാണ് മുകളിൽ അറിയില്ല, കാരണം ഇപ്പൊ മിനിമം ആണ് ഇവിടെ ആദ്യം വന്നിരുന്നത്, പിന്നെയാണ് മാക്സിമം വരണമെങ്കിൽ ബീറ്റ ആൽഫ എന്നായിരിക്കും വരുന്ന ഇന്റർവൽ. ഏതാണ് ചെറുതെന്ന് വെച്ചാൽ അത്. അപ്പോൾ എഫ് ഇസ് കണ്ടിന്യൂസ് ഓൺ ആൽഫ ബീറ്റ സോ ദാറ്റ് ഇറ്റ് ബൈ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം ബൈ ബോൾസാനോസ് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് എഫ് അറ്റൈൻസ് എവറി വാല്യൂ ബിറ്റ്വീൻ. അപ്പോൾ എഫ് ഓഫ് ആൽഫ എന്ന് പറയുന്നത് എഫ് ഓഫ് ആൽഫയുടെയും എഫ് ഓഫ് ബീറ്റയുടെയും ഇടയ്ക്കുള്ള എല്ലാ വാല്യൂസും അറ്റൈൻ ചെയ്യുന്നുണ്ട്. ഇഫ് എഫ് ഇസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ ആൽഫ ബീറ്റ, by Bolzano's intermediate value theorem applied to the function f defined on the interval alpha beta, f attains every value between f of alpha and f of beta. F of alpha is capital M, which is the supreme of f, and f of beta is little m, which is the infimum of f. അതാണ് നമ്മുടെ അത്. അപ്പോൾ അങ്ങനെ പറയാം, ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം പറയുന്നതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് ഈസ് റിട്ടൺ ആസ് എ കൊറോളറി, എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവൽ അറ്റൈൻസ് എവറി ഇന്റർമീഡിയറ്റ് വാല്യൂ ബിറ്റ്വീൻ സുപ്രീമം ആൻഡ് ഇൻഫിമം on that interval. So consider a continuous function defined on closed interval AB, and consider any real number k between infimum and supremum. Then we have to prove that there is a number c in between a and b such that f of c is equal to k. For that we apply the തിയറം. ഇതെന്താണ്, എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ടിട്ട് എഫ് ബൗണ്ടഡ് ആണ് ആ ഇന്റർവെല്ലിൽ. സോ ഇറ്റ് അറ്റൈൻസ് ഇറ്റ്സ് ബൗണ്ട്സ്. സോ അറ്റൈൻസ് ഇറ്റ്സ് ബൗണ്ട്സ് വെച്ചാൽ ബൈ അബ്സല്യൂട്ട് മാക്സിമം മിനിമം തിയറം സേസ് ദാറ്റ് ഇറ്റ് ഹാസ് ആൻ അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് അബ്സല്യൂട്ട് മിനിമം. ദാറ്റ് മീൻസ് ദർ എക്സിസ്റ്റ് points alpha and beta in closed interval AB such that f of alpha is equal to supremum, which is capital M, and f of beta is equal to little m. Since f is continuous on AB, it is continuous on alpha beta. Or a beta alpha, whichever is smaller. Alpha ആണ് ചെറുതെങ്കിൽ alpha beta, beta ആണ് ചെറുതെങ്കിൽ beta alpha, and this interval is a subset of the given interval AB. So intermediate value theorem can be applied to the function f restricted to the interval alpha beta. So we get f attains every value between f of alpha and f of beta, that is f attains every value between its bounds. Okay, so we were discussing about continuous functions defined on intervals. Functions defined on intervals. അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെൽസിനെ പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞു. നൗ നെക്സ്റ്റ് ഇസ് കണ്ടിന്യൂസ് ഇമേജ് ഓഫ് എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെൽ ഇസ് ഓൾസോ എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെൽ. അതായത് ഇഫ് യു ഹാവ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെൽ ഐ, ദെൻ ഇറ്റ്സ് ഇമേജ് എന്ന് പറഞ്ഞാൽ റേഞ്ച് സെറ്റ് അല്ലേ, റേഞ്ച് സെറ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ആർ ഓഫ് ഐ എന്ന് പറഞ്ഞ് വിളിക്കാം. ആർ ഓഫ് ഐ എന്ന് പറയുന്നതും ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെൽ ആയിരിക്കും. ഓക്കെ, അതായത് ഇഫ് യു ഹാവ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ, if you have a continuous function f from some interval a is equal to closed interval ab to r, then its range set f of I എന്നോ അല്ലെങ്കിൽ range set of f എന്നോ വിളിക്കാം. range set of f എന്താണത്? range set of f is actually the set of all images of elements in the domain of f, and this set is also an interval, is also a closed and bounded interval ആയിരിക്കും, provided the function is a continuous function. That is the next theorem. Continuous image of a closed and bounded interval. Continuous image എന്ന് വെച്ചാൽ image under a continuous function of a closed and bounded interval is also a closed and bounded interval. അപ്പോൾ അതെങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. അതായത് കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ട്. സപ്പോസ് യു ആർ ടേക്കിംഗ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ f from closed interval ab to r, then the range set of f is denoted by f of I. F of I is the set of all images f of x belongs to I. We have to prove range set f of I is closed and bounded interval. എന്തൊക്കെയാണ് നമുക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവൽ ഇസ് ബൗണ്ടഡ് എന്ന് നമുക്കറിയാം.
So by that is known as boundedness theorem. So here f is a continuous function defined on a closed and bounded interval. So f is bounded. If a function is bounded means its range set is bounded. Okay, so range set is bounded means range set has an upper bound and lower bound. If it has an upper bound, range set being a subset of R, and the set of all real numbers R satisfies order completeness property. A non-empty subset of R which is bounded above has supremum. So range set, since it has an upper bound, means it has a supremum. അതുപോലെ തന്നെ range set has an infimum, has a lower bound, means it has an infimum. So range setന്റെ infimum supremum തന്നെയാണ് നമ്മൾ ഫംഗ്ഷന്റെ infimum supremum എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫംഗ്ഷൻ എഫ് ഹാസ് സുപ്രീമം ആൻഡ് ഇൻഫിമം എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. ബൗണ്ടഡ്നെസ് തിയറം പറയുന്നതാണ്. എഫ് ഹാസ് സുപ്രീമം ആൻഡ് ഇൻഫിമം. സുപ്രീമം ഓഫ് എഫ് ആൻഡ് ഇൻഫിമം ഓഫ് എഫ് എക്സിസ്റ്റ് ഇൻ ആർ എന്ന് പറയാം. അപ്പോൾ അതിനെ നമ്മൾ ക്യാപിറ്റൽ എം എന്നും ലിറ്റിൽ എം എന്നും വിളിച്ചു. ക്യാപിറ്റൽ എം ഇസ് ദ സുപ്രീമം ആൻഡ് ലിറ്റിൽ എം ഇസ് ദ ഇൻഫിമം. ദെൻ ബൈ മാക്സിമം മിനിമം തിയറം എന്താണ് പറയുന്നത്? ദർ എക്സിസ്റ്റ് പോയിന്റ്സ് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി വേർ ദ ഫംഗ്ഷൻ അറ്റൈൻസ് ദിസ് bounds supremum and infimum. That absolute maximum point is there. F has an absolute maximum and F has an absolute minimum. In order that means there exist points alpha and beta such that f attains its supremum value at alpha and f attains its infimum value. Say for example, നമ്മളിപ്പോ ആൽഫയിലാണ് ലിറ്റിൽ എം ഇൻഫിമം വാല്യൂ എന്ന് പറഞ്ഞെടുക്കുകയാണ്. ക്യാപിറ്റൽ എം എന്നുള്ള സുപ്രീമം വാല്യൂ ഇസ് അറ്റൈൻഡ് അറ്റ് ദ പോയിന്റ് ബി എന്ന് എടുക്കുകയാണ്. അതായത് ആൽഫ ഇസ് ദ absolute minimum point and beta is the absolute maximum point. By maximum minimum theorem, a continuous function defined on a closed and bounded interval has an absolute maximum point and absolute minimum point. Let it be എന്താ പറയുക, ബീറ്റ ആൻഡ് ആൽഫ റെസ്പെക്റ്റീവ്ലി. ഇനി എന്താ അതായത് ബീറ്റ ആൻഡ് ആൽഫ ആർ പോയിന്റ് such that f of alpha is equal to little m and f of beta is equal to capital M. എന്ന് പറഞ്ഞാൽ ഒന്ന് നോക്കിക്കേ, little m is the image of an element alpha and the set of all images constitute the range set. അപ്പോൾ little m is the image of an element in I എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? little m is in range set. Okay, അതുപോലെ തന്നെ capital M is equal to f of some element beta എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? capital M is the image of an element beta in I. ഇമേജസിന്റെ സെറ്റിനെയാണ് റേഞ്ച് സെറ്റ് എന്ന് പറയാം. അപ്പോൾ capital M being the image of an element, it is in the range set f of I. അപ്പോൾ little m and capital M are both elements of the range set f of I. Okay, ഇനി നമ്മൾ പ്രൂവ് ചെയ്യാനുള്ളത് ഈ റേഞ്ച് സെറ്റ് ഇസ് എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെൽ എന്നാണ്. വി ക്ലെയിം ദാറ്റ് വി ക്യാൻ പ്രൂവ് ദാറ്റ് ഈ റേഞ്ച് സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ പ്രൂവ് ചെയ്തിട്ടുള്ള കുറേ റിസൾട്ടുകൾ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഒരു ഇന്റലക്ച്വൽ ഗസ് നടത്താം. കാരണം റേഞ്ച് സെറ്റിൽ ഏറ്റവും വലിയ എലമെന്റ് ആണ് ക്യാപിറ്റൽ എം, ഏറ്റവും ചെറിയ എലമെന്റ് ആണ് ലിറ്റിൽ എം. ബോൾസാനോസ് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിന്റെ കൊറോളറി വെച്ചിട്ട് നമുക്കറിയാം ഈ പറയുന്ന ക്യാപിറ്റൽ എമ്മിന്റെ ലിറ്റിൽ എമ്മിന്റെ ഇടയ്ക്കുള്ള എല്ലാ വാല്യൂസും ഫംഗ്ഷൻ അറ്റൈൻ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ വാല്യൂസും ഏതൊക്കെയോ പോയിന്റ്സിന്റെ ഇമേജസ് ആണ്. അതായത് ഈ പറയുന്ന എല്ലാ വാല്യൂസും ലിറ്റിൽ എമ്മിന്റെയും ക്യാപിറ്റൽ എമ്മിന്റെ ഇടയ്ക്കുള്ള എല്ലാ വാല്യൂസും റേഞ്ച് സെറ്റിലെ എലമെന്റ്സ് ആണ് എന്നുള്ളതൊക്കെ നമുക്ക് എന്താ പറയാ ഒരു ഇൻഡ്യൂഷൻ, അതായത് നമുക്ക് അറിയാവുന്ന റിസൾട്ടുകളിൽ നിന്ന് നമുക്ക് ഇതൊക്കെ ആലോചിച്ചാൽ കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ അതൊന്ന് നമ്മളപ്പോൾ എന്താ പ്രൂവ് ചെയ്യാൻ പോണേ, നമ്മൾ പറയാൻ പോണേ നമ്മളുടെ ഈ പറയുന്ന റേഞ്ച് സെറ്റ് എന്ന് പറയുന്നത് ലിറ്റിൽ എം ക്ലോസ്ഡ് ഇന്റർവെൽ ലിറ്റിൽ എം ക്യാപിറ്റൽ എം ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. റേഞ്ച് സെറ്റ് ഇസ് നത്തിങ് ബട്ട് ദ ക്ലോസ്ഡ് ഇന്റർവെൽ ലിറ്റിൽ എം ക്യാപിറ്റൽ എം. അപ്പോൾ അതെങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യും? എങ്ങനെ പ്രൂവ് ചെയ്യാന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം വെച്ചിട്ട് തന്നെ പ്രൂവ് ചെയ്യാം. നമുക്കതൊന്ന് കുറച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ സെന്റൻസിൽ എഴുതാവുന്ന കാര്യമുള്ളൂ. അത് നിങ്ങൾക്ക് എഴുതട്ടെ, എന്താണെങ്കിലും ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറാണ്. സോ ഹിയർ വി ഹാവ് ക്യാപിറ്റൽ എം ഇസ് ദ സുപ്രീമം of f, that means f of x is less than or equal to capital M. Little m is the infimum of f, that means little m less than or equal to f of x for every x in I. That means every f of x is lying between little m and capital M for every x in I എന്നാണ് little m is the infimum and capital M is the supremum എന്ന് പറഞ്ഞാൽ അർത്ഥം. f of x ന്റെ വാല്യൂസ് എല്ലാം little m ന്റെയും capital M ന്റെ ഇടയ്ക്കാണ്. അതായത് f of x belongs to little m ന്റെയും capital M ന്റെ ഇടയ്ക്കാണെന്ന് പറഞ്ഞാൽ f of x belongs to the interval closed interval little m capital M അല്ലെ. അതായത് എല്ലാ എക്സിന്റെയും for every x in I
ഡൊമൈനിലെ എല്ലാ എലമെന്റ്സിന്റെയും എഫ് ഓഫ് എക്സ് ഇമേജസ് ബിലോങ്ങിങ് ടു ലിറ്റിൽ എം ക്യാപിറ്റൽ എം എന്നുള്ള ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ the set of all images f of x as x varies over I, that set is a subset of little m capital M അല്ലേ? ശരിയല്ലേ? ഇപ്പൊ നമ്മൾ പറഞ്ഞു ലിറ്റിൽ എം ന്റെയും ക്യാപിറ്റൽ എമ്മിന്റെയും ഇടയ്ക്കാണ് എല്ലാ എഫ് ഓഫ് എക്സും ഫോർ എവറി എക്സ് ഇൻ ഐ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവൽ ലിറ്റിൽ എം ക്യാപിറ്റൽ എം ഫോർ എവറി എക്സ് ഇൻ ഐ. ഓക്കെ, ദാറ്റ് മീൻസ് ഏത് എഫ് ഓഫ് എക്സ് എടുത്താലും എക്സ് ഐയിൽ ഏത് എലമെന്റ് വേണമെങ്കിലും ആയിക്കോട്ടെ, ഈ എലമെന്റ്സ് എല്ലാം ലിറ്റിൽ എം ക്യാപിറ്റൽ എമ്മിലെ എലമെന്റ്സ് ആണ്. അതായത് എവറി എലമെന്റ് ഓഫ് ദി സെറ്റ് ഈസ് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ ലിറ്റിൽ എം ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ലിറ്റിൽ എം ക്യാപിറ്റൽ എം. അതായത് ദിസ് ഇസ് നത്തിങ് ബട്ട് ദ റേഞ്ച് സെറ്റ് ഓർ എന്താ വിളിക്കണേ, എഫ് ഓഫ് ഐ എന്ന് വേണമെങ്കിൽ വിളിക്കാം, ഇമേജ് ഓഫ് ഐ. ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ലിറ്റിൽ എം ക്യാപിറ്റൽ എം. സോ വി ഹാവ് പ്രൂവ്ഡ് f of I is a subset of the interval little m capital M. To prove something, എന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? f of I is equal to little m capital M interval little m capital M എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. This is to be proved. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു സെറ്റ് വേറൊരു സെറ്റിനോട് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്? If and only if every element of A is in B and every element of B is in A, അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടി f of I is a subset of closed interval little m capital M. അപ്പോൾ തിരിച്ചിനി എന്താ പ്രൂവ് ചെയ്യേണ്ടത്? little m capital M is a subset of, now to prove this is a subset of f of I എന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യാം? ഒരു സെറ്റ് വേറൊരു സെറ്റിന്റെ സബ്സെറ്റ് ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാം? ഈ സെറ്റിൽ ഏതെങ്കിലും ഒരു എലമെന്റ് എടുക്കുക, ആ എലമെന്റ് ഈ സെറ്റിൽ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ക്ലോസ്ഡ് ഇന്റർവൽ ലിറ്റിൽ എം ക്യാപിറ്റൽ എം എന്ന് ഒരു എലമെന്റ് എടുക്കുക. ലെറ്റ് എക്സ് belongs to little m capital അല്ലെങ്കിൽ k എന്ന് വിളിക്കാം. k belongs to little m capital M. Okay, എന്താ അതിന്റെ അർത്ഥം? k is a number lying between little m and capital M. Okay, and by Bolzano's intermediate value theorem, we can say that there is a point in between little m and capital M, അല്ലെങ്കിൽ there is a point c in I such that f of c is, sorry, c is not in between little m and capital M. Little m capital M ഒക്കെ റേഞ്ചിലുള്ളതല്ലേ? There is a point c in the domain I at which f of c is equal to k. That is intermediate value theoremത്തിന്റെ corollary ആണ് സുപ്രീമത്തിനും ഇൻഫിമത്തിനും ഇടയ്ക്കുള്ള എല്ലാ വാല്യൂസും ഫംഗ്ഷൻ അറ്റൈൻ ചെയ്യുന്നുള്ളത്. So by intermediate value theorem there exists a point c in I such that f of c is equal to k. What is f of c is equal to k എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? k is the image of an element of image of c എന്ന് പറഞ്ഞാൽ k is in the range set, അല്ലേ? range set f of I. That is every element of closed interval little m capital M is in f of I എന്ന് പറഞ്ഞാൽ little m capital M ലെ എല്ലാ എലമെന്റ്സും f of I ലുണ്ട് എന്ന് പറഞ്ഞാൽ this is a subset of this. അപ്പോൾ എന്തൊക്കെയായി? little m capital M is a subset of f of I. f of I is a subset of little m capital M interval little m capital M. That is range set f of I is nothing but the closed and bounded interval little m capital M. So that is what we have to prove. Image of I is a closed and bounded interval, and we have proved it is equal to closed interval little m capital M, where little m is the supremum of f and capital M is the little m is the infimum of f and capital M is the supremum of f. Okay, so a closed and bounded interval is mapped to another closed and bounded interval under a continuous function. ഓക്കെ, ഇനി ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെൽ തന്നെ എടുക്കണം എന്നില്ല. ഏതൊരു ഇന്റർവെല്ലിനെയും ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഒരു ഇന്റർവെല്ലിലേക്ക് തന്നെ ആയിരിക്കും മാപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോണ റിസൾട്ട്. അതായത് ആ റിസൾട്ടിനെ പറയുന്ന പേര് പ്രിസർവേഷൻ ഓഫ് ഇന്റർവെൽസ് തിയറം. എന്താണ് പ്രിസർവേഷൻ ഓഫ് ഇന്റർവെൽസ് തിയറം പറയുന്നത്? ഇന്റർവെൽസിന്റെ പ്രോപ്പർട്ടി ഒക്കെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ പ്രിസർവ് ചെയ്യും. അതായത് കണ്ടിന്യൂസ് ഇമേജ് ഓർ ഇമേജ് അണ്ടർ എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ of an interval is also an interval. Okay, if you have an interval I and if f is a function from I to R is continuous, then the image of this interval I, f of I, which is known as the range set of f,
f of I is also an interval. That is the preservation of intervals theorem. So എന്താണ് interval എന്ന് വെച്ചാൽ interval എന്ന് പറഞ്ഞാൽ it is defined as a subset of real line having the property that if you take any two points in that set, every real number between those points are also in that set. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, എനിക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം വാട്ട് ഇസ് ഇന്റർവൽ എന്ന് വെച്ചാൽ എ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് സെറ്റ് ടു ബി ആൻ ഇന്റർവൽ ഇഫ് for every two elements a and b in S, if a is less than b, then closed interval AB should be contained in S. That is the definition of an interval. Okay. So, to prove this, consider a continuous function f from I to R. Suppose that I is an interval. We have to prove that the image range set f of I is an interval. Okay. An interval is prove we take two elements from that set and then ഈ രണ്ട് എലമെന്റ്സ് മാത്രമല്ല ആ രണ്ട് എലമെന്റ്സിന്റെ ഇടയ്ക്കുള്ള എല്ലാ നമ്പേഴ്സും, അതായത് ക്ലോസ്ഡ് ഇന്റർവൽ ആൽഫ ബീറ്റ തന്നെ ഈ സെറ്റിലുണ്ട്, എഫ് ഓഫ് ഐയിൽ ഉണ്ട് എന്ന് പറയണം. ഓക്കെ, സോ ടേക്ക് ടു എലമെന്റ്സ് ആൽഫ ആൻഡ് ബീറ്റ ഫ്രം എഫ് ഓഫ് ഐ വിത്ത് ആൽഫ ലെസ് ദാൻ ബീറ്റ. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് ക്ലോസ്ഡ് ഇന്റർവൽ ആൽഫ ബീറ്റ ഇസ് കണ്ടെയ്ൻഡ് ഇൻ അല്ലെങ്കിൽ സബ്സെറ്റ് ഓഫ് എഫ് ഓഫ് ഐ എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, എന്താണ് ആൽഫ ബീറ്റ? ഞാൻ പറയണോ? എഴുതി കാണിക്കാം. അതായത് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഓഫ് ഐ എന്ന് പറയുന്നത് എന്താണ്? ഇസ് എൻ ഇന്റർവെൽ എന്ന് പ്രൂവ് ചെയ്യണം. അതായത് എങ്ങനെയാണ് പ്രൂവ് ചെയ്യണേ? വി ടേക്ക് ടു എലമെന്റ്സ് ആൽഫ ആൻഡ് ബീറ്റ ഫ്രം ദാറ്റ് സെറ്റ് എഫ് ഓഫ് ഐ, ദെൻ വിത്ത് ആൽഫ ലെസ് ദാൻ ബീറ്റ, ദെൻ ടു പ്രൂവ് not only these 2 points alpha and beta but also the all real numbers between alpha and beta, that is the complete interval, closed interval alpha beta should be contained in the set f of I. Then we say that f of I is an interval. Okay, അപ്പോൾ ഒരു സെറ്റ് വേറൊരു സെറ്റിൽ കണ്ടെയ്ൻഡ് ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാം? take an element from the set, അല്ലേ? let k be an element of closed interval alpha beta. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? k is a number lying between alpha and beta. Okay, now alpha and beta ഒക്കെ എവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ്? f of I യിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. Okay, f of I യിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ആൽഫയും ബീറ്റയും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? f of I യിലെ എലമെന്റ്സ് ആണെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എന്ന് പറഞ്ഞാൽ ആൽഫ എന്ന് പറയുന്നത് ഏതോ ഒരു എലമെന്റിന്റെ ഇമേജ് ആണ്, അല്ലെ? There exists a point A in I with alpha is equal to some image of some element in I. Beta is also an image of some element in I. So there exist 2 points A and B in I such that alpha is equal to f of A and beta is equal to f of B. Okay. അപ്പോൾ എയും ബിയും അവിടുത്തെ എലമെന്റ്സ് ആണ്, ഐയിലെ എലമെന്റ്സ് ആണ്. എയും ബിയും ഐയിലെ എലമെന്റ്സ് ആണ് എങ്കിൽ ഐയിലെ എലമെന്റ്സ് ആണെങ്കിൽ ഏതാണ് ചെറുതെന്നറിയില്ല. എ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആവാം, ചിലപ്പോൾ ക്ലോസ്ഡ് ഇന്റർവൽ ബി എ ആവാൻ ഡിഫൈൻഡ് ആയിട്ടുള്ളത്. ഏതാണ് ചെറുതെന്ന് വെച്ചാൽ അവിടെ തുടങ്ങി വലിയ എലമെന്റ് വരെ, എന്തായാലും അത് ഐയുടെ സബ്സെറ്റ് ആണ്. ആൻഡ് എഫ് ഇസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ഐ, സോ ദാറ്റ് എഫ് ഇസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ഓർ ക്ലോസ്ഡ് ഇന്റർവൽ ബി എ, whichever is defined. Okay, so f is continuous on closed interval AB or closed interval BA, whichever is defined, so that by intermediate value theorem applied to this function on closed interval AB, f attains every value between f of A and f of B. What is f of A? F of A is alpha. What is f of B? F of B is beta. So f attains every value between alpha and beta. That means there exists a point C in between this A and B such that f of C is equal to K. അതായത് K is the image of an element in AB. അതായത് K is in the range set f of I. That means if you take any element from closed interval alpha beta, we have that element belongs to f of I. That means closed interval alpha beta is contained in f of I. Thus, for every pair of elements alpha and beta taken from f of I with alpha less than beta, we have proved
closed interval alpha beta is contained in f of I. So by characterization theorem for intervals, this set f of I is an interval.